പെൺകുട്ടിയുടെ വീട്ടുകാര് കള്ളജാതകം ഉണ്ടാക്കി എന്റെ അവളുടെ കല്യാണം നടത്താൻ നോക്കിയപ്പോ അമ്മയ്ക്ക് അത് താങ്ങാൻ പറ്റിയില്ല. അപ്പൊ ജാതകം ചേരാത്ത അവനിയെ ഞാൻ കല്യാണം കഴിച്ചു എന്ന് എന്റെ അമ്മ എങ്ങാനും അറിഞ്ഞ ഒരിക്കലും അത് അമ്മയ്ക്ക് താങ്ങാൻ പറ്റിയെന്നൊന്നും വരില്ല. ഇനി എന്ത് ചെയ്യും? അവനെ കുറിച്ച് ഈ അവസ്ഥയിൽ എങ്ങനെയാ പറയാ? കാവ്യ, എന്റെ ഫോൺ താ. സോറി ചേട്ടാ. കാവ്യ, നിന്നോട് ഞാൻ പറഞ്ഞേ, എന്റെ ഫോണിങ് താ. സോറി ചേട്ടാ. കാവ്യ, നീ തരുന്നുണ്ടോ ഇല്ലയോ? കാവ്യ, നിക്കവിടെ. ഷെയർ മാർക്കറ്റിനേക്കാൾ നല്ലത് റിയൽ എസ്റ്റേറ്റ് അല്ലേ അളിയ? ഞാൻ പറയുന്നത് കേക്ക്. അളിയാ, ഞാൻ കാല് പിടിക്കുക അളിയാ, ഇങ്ങനെ വെറുപ്പിക്കല്ലേ. കാവ്യ, നിക്കാനെ പറഞ്ഞേ. എന്റെ ഫോണിങ് തരാം. നിക്ക്, എന്റെ ഫോൺ വന്നിട്ട് പോ കാവ്യ. കുഞ്ഞളിയ, കാവ്യ പ്ലീസ്. മകളുടെ പുറകെ ആണല്ലോ. കാവ്യ, നിങ്ങൾ ഇങ്ങനെ വെറുതെ തെറ്റിദ്ധരിക്കണ്ട അളിയാ. കാവ്യ, ഇല്ല, ഞാൻ തരില്ല. കാവ്യ, അതങ്ങോട്ട് താ. ഇന്ന് തരാനല്ലേ പറഞ്ഞേ? നീ എന്തിനാ എന്റെ ഫോൺ എടുത്തേ? ബുദ്ധിയില്ലേ നിനക്ക്? അതല്ല ചേട്ടാ. Shut up, shut up. ഇനി നീ ഒരു പ്രാവശ്യം കൂടെ എങ്ങനെ എന്തെങ്കിലും ചെയ്താ നീ വിവരം അറിയും. അവൾ എന്തോ തമാശ കാണിച്ചല്ലേടാ, അതിന് സീരിയസ് ആവുന്ന എന്തിനാ? എന്റെ പേഴ്സണൽ തിങ്സ് എടുത്ത് കളിക്കുന്നത് അതെനിക്ക് ഇഷ്ടമല്ല. അതിലെന്തോ രഹസ്യമുള്ള പോലെ ഇതിനെന്തിനാ ഇത്ര സീരിയസ് ആവുന്നളിയാ? അത് നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. അതിലെന്താ ഉള്ളത്? ഞാൻ ഒരു വട്ടം പറഞ്ഞു. ഈ ആക്ഷൻ സിനിമയിലെ ഹീറോ പോലെ ഇവൻ ഫയറായല്ലോ. എന്നാലും നീ അവന്റെ ഫോൺ എന്തിനാ എടുത്തത്? കൊറേ നേരായിട്ട് ഫോൺ നോക്കിക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ചേട്ടാ. കണ്ണാടിയിൽ നോക്കി സംസാരിച്ചാലും ഫോണിൽ നോക്കി സംസാരിച്ചാലും എന്തോ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. കുഴപ്പോ? അതെ ചേട്ടാ, ശ്രീകറിന്റെ ഫോണിൽ എന്തോ ഉണ്ട്. യു മീൻ സീക്രട്ട്? യെസ്. ഇല്ലെങ്കിൽ അത്രയ്ക്ക് സീരിയസ് ആവില്ല. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. അമ്മയെ അവൻ ചതിച്ചോ എന്നൊരു സംശയം എനിക്കുണ്ട്. അമ്മയെ അവൻ മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാവുന്നുമില്ല. എവിഡൻസ് ഇല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞാലും വേസ്റ്റ്. യെസ്, ഇത്തവണ ഇത്തിരി സ്ട്രോങ് ആയിട്ട് പറയാം. വാ. നടക്ക് നടക്ക്. മിഥുനം സിനിമയിലെ ഇന്നസെന്റിനെ പോലെ നെഞ്ചു വിരിച്ച് നടക്കാം. നിക്കവിടെ. എന്തോ ഘോഷയാത്രയ്ക്ക് പോകുന്ന പോലെ ഉണ്ടല്ലോ. എന്താ കാര്യം? ശ്രീകറിനെ കുറിച്ച് അമ്മയോടൊന്ന് സംസാരിക്കണം. എന്ത് സംസാരിക്കാനാ? അവൻ അമ്മയോടെന്തോ മറച്ചു വെക്കുന്നത് പോലെ എല്ലാവർക്കും തോന്നുന്നുണ്ട്. തോന്നുന്നതല്ല, കൺഫേം. അമ്മയ്ക്ക് ഒരു ക്ലാരിറ്റി കിട്ടണം, ഇല്ലെങ്കിൽ അമ്മ വല്ലാതെ ചതിക്കപ്പെടും. അവളെ ഡിസ്ചാർജ് ചെയ്തിട്ടേ ഒരു ദിവസം പോലും ആയില്ല. അവളുടെ ആരോഗ്യത്തെക്കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ലല്ലോ. പുറത്തുള്ളവരെ ദൈവത്തെ പോലെ കാണുന്ന വേദവതി നിങ്ങളുടെ കണ്ണിൽ മാത്രം രാക്ഷസിയാവുന്നത് എങ്ങനെയാ? അവളെ മനസ്സിലാക്കിയിട്ടുള്ളത് ശ്രീകർ മാത്രമാണ്. ശ്രീകറിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
അതല്ല അച്ഛാ. വേദവതിയുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതുവരെ ഒരാളും ശല്യം ചെയ്തേക്കരുത്. വേദവതി, കിടന്ന് റെസ്റ്റ് എടുക്കാതെ എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? ബാക്കിയുള്ളവരെല്ലാം എന്റെ മകനെ സംശയിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഏട്ടാ. ആ വാക്കുകള് എന്റെ ചെവിയിൽ പതിയുമ്പോ ഞാൻ എങ്ങനെ വിശ്രമിക്കും ഏട്ടാ? അവര് പറയുന്നൊന്നും നീ കാര്യാക്കണ്ട. മരുന്ന് കൃത്യമായിട്ട് കഴിച്ച് ആദ്യം നിന്റെ ആരോഗ്യം നോക്ക്. രോഗമുള്ളത് എന്റെ ശരീരത്തിനല്ല ഏട്ടാ, എന്റെ മനസ്സിന്. മരുന്നിന് എന്റെ വേദനകൾ ഇല്ലാതാക്കാനാവില്ല. അവരങ്ങനെ ബോധമില്ലാതെ പലതും പറയും. നീ അതൊന്നും കാര്യമാക്കണ്ട. വെളിവും ബോധവും ഇല്ലാത്തതായിട്ട് അവിടെ ആരാ ഉള്ളതേട്ടാ? എല്ലാവരും മിടുക്കരല്ലേ? അവരാണോ മിടുക്കരായിട്ടുള്ളത്? അമ്മയുടെ മനസ്സ് മനസ്സിലാക്കാത്ത മക്കള്, അമ്മായി അമ്മയെ ബഹുമാനിക്കാത്ത മരുമകള്, എല്ലാം അറിയാമെന്നുള്ള അജ്ഞതയാ. നീ അതൊന്നും കേൾക്കണ്ട. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ കേൾക്കാനായി അവരെ ആഗ്രഹിക്കുമ്പോ ഞാനത് എങ്ങനെയാണ് കേൾക്കാതിരിക്കുന്നത് ഏട്ടാ? ആരെന്തു പറഞ്ഞാലും ശ്രീകർ ഒരിക്കലും നമ്മൾ വിഷമിക്കുന്ന കാര്യം ചെയ്യില്ല. വിഷമിപ്പിക്കാൻ ആരെങ്കിലും ചെയ്താൽ അവനത് സഹിക്കില്ല. കാരണം നീ എന്ന് വെച്ചാൽ അവന്റെ ജീവനാ. അതുകൊണ്ടാ നിന്റെ കയ്യിൽ അവന്റെ ഭാവി ഏൽപ്പിച്ചത്. നീ തീരുമാനിച്ച കല്യാണത്തിന് സമ്മതിച്ചത്. അല്ലെങ്കിൽ അവൻ കല്യാണമേ കഴിക്കില്ല. അവന്റെ മേലുള്ള വിശ്വാസത്തെ ആർക്കും ഇല്ലാതാക്കാൻ കഴിയില്ല. ആരെന്തു പറഞ്ഞാലും ഞാൻ എന്തുകൊണ്ട് സഹിക്കുന്നറിയോ? എന്റെ മകൻ എന്നെ ചതിക്കില്ല എന്നുള്ള വിശ്വാസം. എന്റെ മകൻ എന്നെ ചതിച്ചു എന്ന് ഞാൻ അറിഞ്ഞ പിന്നെ ഈ പ്രാണനില്ല. പറഞ്ഞായിരുന്നോ? അവരോട് പറയാൻ തന്നെയല്ലേ പോയത്. എന്തേലും പറഞ്ഞിട്ടുണ്ടാവും. വീട്ടുകാരൊക്കെ എന്തു പറഞ്ഞു? നമുക്ക് അകത്ത് പോയി സംസാരിക്കാൻ വരൂ. ദേ ഇങ്ങോട്ട് നോക്കിക്കേ. ലഗേജ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയൊക്കെ എന്താ പറഞ്ഞെന്ന് പറ. ആദ്യം നീ ഇരിക്കൂ. ആശിപ്പിച്ച് എന്നോട് പറയാനാണോ നിങ്ങളുടെ പ്ലാൻ? താനൊന്ന് ഇവിടെ ഇരിക്കേ. പറയാത്തതെന്താ? ഞാൻ നിനക്കൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്.
എപ്പോഴായിട്ടാ നമ്മൾ പോവാ? നല്ലൊരു സമയം നോക്കി തന്റെ താലിയെടുത്ത് ദാ ഈ മാലയിലേക്ക് ഇട്ടത് നന്നാവും. ആ കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിലെത്തിട്ട് ചെയ്തോളാന്നേ. അപ്പൊ ശരിക്കും നല്ല സന്തോഷം ഉണ്ടാവും. പക്ഷെ നമ്മള് വീട്ടിലേക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് നീ പറഞ്ഞില്ലല്ലോ. എനിക്ക് സങ്കടാവുന്നുണ്ടേ. ഇഷ്ടത്തോടെ തരുന്നത് പ്രാണന് തുല്യോ. നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ മംഗളസൂത്രം ഞാൻ മാറ്റിക്കോളാം. ഏട്ടന്റെ അമ്മ തന്നെ നല്ലൊരു ദിവസം നോക്കി മാറ്റി തന്നോളൂ. നീ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കാൻ വേണ്ടി നമ്മൾ കുറച്ചു ദിവസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. അത്രയും ദിവസമൊക്കെ എന്തിനാ? എന്താന്ന് വെച്ചാ എന്റെ അമ്മയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ എന്തായാലും കുറച്ച് സമയമെടുക്കും അവനി. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ചിലപ്പോ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല, അതെനിക്കറിയാം. എന്നെ വേണ്ടെന്ന് പറഞ്ഞു. അവരെ സമ്മതിപ്പിക്കാൻ ഇനിയും ഒരുപാട് സമയം വേണോ? നിന്നെക്കുറിച്ച് പറയാനൊരവസരം എനിക്ക് കിട്ടിയില്ല. പെട്ടെന്ന് അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നു. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ വീട്ടിലെത്തി. ഇപ്പൊ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുക. ഇങ്ങനൊരു അവസ്ഥയിൽ എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. അമ്മയുടെ ആരോഗ്യം ഒന്ന് ശരിയായിട്ട് വരാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. അത്രയും ദിവസം നമ്മളൊന്ന് ക്ഷമിച്ചാ എല്ലാം ശരിയാവും അവനി. നിനക്ക് ഓക്കെ അല്ലേ? ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഏട്ടാ. വെരി വെരി സോറി. ദയവേത് നിങ്ങൾ എന്നോട് സോറി പറയരുത്. അങ്ങനത്തെ ഒരവസ്ഥയിലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? 10 ദിവസമല്ലേ ഞാൻ കാത്തിരുന്നോളാന്നേ. നല്ല മനസ്സുള്ളൊരു പെൺകുട്ടിയെ കിട്ടുന്നതാണ് ഒരാണിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. എനിക്ക് ആ ഭാഗ്യം ദൈവം തന്നിരിക്കുക. താങ്ക് യു സോ മച്ച്. താനെന്താ ആലോചിക്കുന്നത്? തനിക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചേച്ചിയൊക്കെ ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിന്റെ അടുത്തുള്ളതെന്ന് ഗീത പറഞ്ഞു. ഒന്ന് കണ്ടിട്ട് വരണമെന്നൊരു ആഗ്രഹമുണ്ട്. ചേച്ചിയുടെ ഭർത്താവ് പറഞ്ഞ? എന്റെ ഭർത്താവിന്റെ പേര് ശ്രീകർ എന്നാണെന്ന് അവിടെ ധൈര്യത്തോടെ ഞാൻ വിളിച്ചു പറയും. നിങ്ങളുടെ വീട്ടിൽ ഇക്കാര്യം അറിഞ്ഞ പ്രശ്നവും, പക്ഷെ എന്റെ വീട്ടിലറിഞ്ഞ അതിലെനിക്കൊരു കുഴപ്പമില്ല. ഇന്നലെ വരെ ഞാൻ വെറൊരു ആവണിയായിരുന്നു. എന്നാലിപ്പോ വൈഫ് ഓഫ് ശ്രീകർ. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, വിവാഹം കഴിച്ചു. അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് വരൂ. എന്തേലും പ്രശ്നം വരുവാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ഞാൻ എന്തായാലും ഇപ്പോ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വരാം. ഓക്കെ അല്ലേ? ചേച്ചി എന്തോ ബുദ്ധിമുട്ടിലാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉടനെ കാണുമെന്ന് തോന്നിയത്. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പോവില്ലായിരുന്നു. ഒരു കുഴപ്പവുമില്ല. താൻ ധൈര്യമായിട്ട് പോയി വാ. വഴിയിലെങ്ങാനും ആ സുരേന്ദ്രനെ കണ്ടു കഴിഞ്ഞാ അപ്പ എന്നെ വിളിച്ചാ മതി.
ഡിസ്കാർഡ് ചെയ്യ് സുരേന്ദ്ര. എത്ര നേരമാണോ നോക്കണേ? ഇത്തവണ നീ തന്നെ ജയിക്കുന്നാണോ? സുരേന്ദ്ര എന്തു പറ്റി? എന്തു പറ്റി സുരേന്ദ്ര? ആവണി എന്നെ അടിച്ച അടിയൊന്നും മറന്നു പോവാൻ എത്ര വിധത്തിൽ ഞാൻ ശ്രമിച്ചു. എനിക്കതിന് കഴിയുന്നില്ല. കഴിക്കുന്ന ഫുഡിലും കുടിക്കുന്ന കള്ളിലും കളിക്കുന്ന കാർഡിലും എവിടെ നോക്കിയാലും അവളിങ്ങനെ മുമ്പിൽ വന്ന് BP കൂട്ടുന്നുണ്ട്. കൺട്രോൾ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇത്ര വലിയ നെറ്റ്വർക്ക് ഉണ്ടായിട്ടും അവളെ പിടിക്കാൻ പറ്റുന്നില്ല. അവന് എപ്പോഴാണോ എന്റെ സ്വന്തമാകുന്നത് അപ്പോഴേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. വേഗം പോയവളെ പിടിച്ചോണ്ട് വാടാ. പെണ്ണ് കാരണം ഡിസ്റ്റർബ് ആകുന്നവന്റെ ഗതി അധോഗതിയാണെന്നും പെണ്ണിനെ ആഗ്രഹിക്കുന്നവന് രാഷ്ട്രീയ ഭാവി ഉണ്ടാകില്ലെന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഇന്നും കാലം അത് പഠിപ്പിക്കുന്നുണ്ട്. ചീട്ട് കളിച്ച് സമയം കളയരുത്. ഉടൻ തെരഞ്ഞെടുപ്പ് തുടങ്ങും. നമ്മുടെ പാർട്ടിക്ക് വേണ്ടി പ്രചരണം തുടങ്ങണം. നമുക്ക് നല്ല മൈലേജ് കിട്ടണം. ഒരു കുടിൽ പോലും വിടാതെ കയറി ഇറങ്ങണം. ഇത്തവണ ഫൈനാൻസ് മിനിസ്റ്റർ അല്ല, അതിലും നല്ല കസേരയിലിരിക്കണം. സുരേന്ദ്ര, വീണ്ടും നമ്മൾ ജയിച്ചാലേ നീ ആഗ്രഹിക്കുന്ന ലൈഫ് നിനക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. എത്രയും വേഗം പ്രചാരണത്തിന് ഇറങ്ങിക്കോ. ആ ആവനിയുടെ കാര്യം അത് കഴിഞ്ഞ് നോക്കാം. ആ സുരേന്ദ്രൻ തന്ന പൈസ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഈ എന്റെ ജീവിതം ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയേനെ. ഈ സുജാത ഓരോന്ന് ചെയ്ത കാരണം അവന്റെ കണ്ണിപ്പെടാതെ പേടിയോടെ ജീവിക്കണമെന്ന്